ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്നൊരു കോയമ്പത്തൂർ യാത്രയാണ്. അപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. കുറച്ച് നേരത്തെ അല്ല, കുറച്ച് അധികം നേരത്തെ ആയിപ്പോയി. എൻ്റെ PG എക്സാമിന് വേണ്ടിയിട്ട് പോവുകയാണ്. കോയമ്പത്തൂരല്ല, കോയമ്പത്തൂരിൽ നിന്നും വീണ്ടും പോകണം മേട്ടുപ്പാളയം, ഈറോഡ്, അന്നൂർ ആ ഭാഗത്തേക്കാണ്. കുറച്ച് അധികം നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റേഷനിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്ന്. പക്ഷെ ഞാനൊരു മൂവിയൊക്കെ കണ്ട് ആ ഒരു സമയമൊക്കെ ടാലിയാക്കി. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മണി ആവാനായിട്ടുണ്ട്. രാവിലെ എല്ലാ ദിവസവും മാംഗ്ലൂർ ടു ചെന്നൈക്ക് പോകുന്ന ട്രെയിനിനാണ് ഞാൻ പോകുന്നത്. രാവിലെ 3 മണിക്കാണ് ട്രെയിൻ വരിക. അപ്പം റിസർവേഷൻ ആയതുകൊണ്ട് തന്നെ ബാക്കി എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിൻ കയറിയ പാടെ കിടന്നങ്ങ് ഉറങ്ങി. അതുകൊണ്ടേ ഞങ്ങളുടെ ട്രെയിൻ വരുന്നു. എൻ്റെ കൂടെ എക്സാമിന് ഒരു ടീച്ചറും കൂടിയുണ്ട്. ആൾ ഇവിടെ കാലിക്കറ്റ് തന്നെയാണ്. അപ്പം ചേച്ചിയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ട്രാവലിങ്ങിൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഉറങ്ങേണ്ട ടൈം മൊത്തം സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല ടയേർഡായിരുന്നു. ട്രെയിൻ കയറിയതും ഞാനങ്ങ് കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റപ്പോഴേക്കും നേരം വെളുത്തു. ആ ഒരു ടൈമല്ലേ ഉള്ളൂ. 3 o'clock കയറിയ 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾ കോയമ്പത്തൂരെത്തും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കിട്ടിയ അത്രയും ഞാൻ മാക്സിമം അങ്ങോട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 7 o'clock ആയി. ഞങ്ങൾ കോയമ്പത്തൂർ എത്താനായിട്ടുണ്ട്. അപ്പം വെതറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൽ മഴയാണെങ്കിൽ ഇവിടേക്ക് മഴയേ ഇല്ല. ഇത്രയും നേരത്തെ വരുമ്പോൾ നിങ്ങൾ കരുതും ഞങ്ങൾക്ക് മോർണിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ എക്സാം ഉണ്ടെന്ന്. നോ ഗൈസ്, ഞങ്ങൾക്ക് ആക്ച്വലി ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാമിന് വന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ ഞങ്ങൾക്ക് നല്ല കളക്ഷൻസും അതുപോലെ നല്ല പ്രൈസ് കുറഞ്ഞ ഐറ്റംസൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. അപ്പം ഈ പ്രാവശ്യം വരുമ്പോൾ ഒരു ഡേ ഷോപ്പിങ്ങിനായിട്ട് മാറ്റി വെക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾ PGയും ഒരാൾ UGയാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും 2 days മാത്രമാണ് ഒരേ ഡേയ്സിൽ എക്സാം വരുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്തു സൺഡേ ഞങ്ങൾക്ക് വരാം. മൺഡേ ആണ് എക്സാം തുടങ്ങുന്നത്. സോ സൺഡേ വന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് മൺഡേ മുതൽ എക്സാമിന് പോകാം. ചേച്ചിക്കാണെങ്കിൽ മൺഡേ ട്യൂസ്ഡേ എക്സാം ഉള്ളൂ. പിന്നെ ചേച്ചിക്ക് എക്സാം ഇല്ല. പിന്നെ ഒരു 1 week ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ചേച്ചിക്ക് എക്സാം. പക്ഷേ എനിക്ക് ഈ വൺ വീക്കിൽ തന്നെ ഓൾമോസ്റ്റ് എക്സാം എല്ലാം കഴിയും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി കാണില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് എന്തായാലും ഷോപ്പിങ്ങിന് പോകാമെന്ന്. ട്രെയിൻ ഇറങ്ങിയതും നേരെ ഞങ്ങൾ പോയത് ആര്യാസിലേക്കാണ്. അവിടെ പോയി പൂരിയും ചായയൊക്കെ കുടിച്ച് അടുത്ത ബസ്സിന് ഞങ്ങൾ മേട്ടുപ്പാളയത്തേക്ക് പോയി. ഓൾമോസ്റ്റ് 1.25 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക്. അവിടെ എത്തി ഞങ്ങൾ ഹോട്ടൽ കാവേരിയിലാണ് സ്റ്റേ എടുത്തത്. ഹോട്ടലിലെത്തി ഫ്രഷായി ഫുഡും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇനി തിരുപ്പൂർക്ക് ട്രാവൽ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ടയേർഡായി പോവും. ഇനി ഇവിടുന്ന് തിരുപ്പൂർക്ക് 2 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ബസ് കയറി വീണ്ടും എഗെയിൻ ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങി. തിരുപ്പൂർ വ്ളോഗ് മാത്രം ചെയ്യണം. തിരുപ്പൂരിൽ നന്നായിട്ട് ഓഫറുള്ള ഷോപ്പുകൾ കാണിക്കണം, തിരുപ്പൂർ സ്ട്രീറ്റ് കാണിക്കണം, ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ പൊടിക്കാറ്റ് കൊണ്ട് എനിക്ക് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. മര്യാദയ്ക്ക് ഷോപ്പ് ചെയ്യാനും കൂടെ പറ്റിയില്ല. എങ്കിലും ഞങ്ങൾ സ്ട്രീറ്റിലൊക്കെ കവർ ചെയ്തു, കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തു. അതിനിടയിൽ ചേച്ചിക്ക് ഇത്രയും ട്രാവൽ ചെയ്തപ്പം കുറച്ച് ടയേർഡായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് തന്നെ റിട്ടേൺ പോന്നു. നെക്സ്റ്റ് ഡേ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ടയേർഡായി കഴിഞ്ഞാൽ അത് പിന്നെ എക്സാമിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പോന്നു കേട്ടോ. ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ലൊരു ഡിന്നറും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം റൂമിൽ പോയി കിടന്നുറങ്ങി ഗൈസ്. ബിക്കോസ് നാളെ എക്സാം ഉണ്ട്. ബാക്കി പാർട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ ചെയ്യാവേ. ബായ്.